കോഴിക്കോട്ടെ മലയോര മേഖലയിലാണ് ഈ മാരക കീടനാശിനി ഉപയോഗിക്കുന്നതായി ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കക്കയം വന്യജീവി സങ്കേതത്തിനടുത്തുള്ള 200 ഏക്കർ ഭൂമിയിൽ കഴിഞ്ഞ 2 വർഷമായി ചട്ടം ലംഘിച്ച് ഈ കീടനാശിനി ഉപയോഗിക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തി. കോഴിക്കോട് കക്കയം വന്യജീവി സങ്കേതത്തിന്റെ അതിരുകൾ നീളെ ഹെക്ടർ കണക്കിന് റബ്ബർ തോട്ടങ്ങളാണ്. കക്കയത്തെ ചുരത്തോട് മലയിലെ തോട്ടങ്ങളിലൂടെ നടന്ന ഞങ്ങൾ കണ്ട കാഴ്ചകൾ കാണുക. നല്ല മഴക്കാലത്തും പച്ചപ്പിന്റെ ഒരു തരി പോലുമില്ലാതെ ഈ തോട്ടങ്ങളുടെ ഒരു ഭാഗം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. വിളയായ റബ്ബറിനു മാത്രം ഒരു കേടുമില്ല. മൊൺസാന്റോ എന്ന വിവാദ കീടനാശിനി ഭീമന്റെ റൗണ്ടപ്പ് എന്ന കളനാശിനിയുടെ ഗുണമാണിത്. 6 മാസത്തേക്ക് ഇനി ഈ ഭൂമിയിൽ പുല്ലുപോലും മുളയ്ക്കില്ല. മണ്ണിരകളോ അട്ടകളോ അങ്ങനെ ചെറുജീവികളൊന്നും ഇനി ഈ മണ്ണിൽ ജീവിക്കുകയുമില്ല. ഓരോ തോട്ടത്തിലും ലിറ്റർ കണക്കിന് റൗണ്ടപ്പാണ് 100 കണക്കിന് ക്യാനുകളിൽ ഒരു നിയന്ത്രണവുമില്ലാതെ കലക്കിയൊഴിക്കുന്നത്. 2 വർഷമായി റൗണ്ടപ്പ് തളിക്കുന്ന ഈ മേഖലയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണുള്ളത്. ശ്വാസമുട്ടൽ പോലെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ തല കറക്കം വരിക, ഇവിടെ അങ്ങനെ റോഡിനൊക്കെ അങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാട് വെട്ടുകയാണല്ലോ. ഞങ്ങൾക്ക് തലവേദന വരുന്നുണ്ട്, കണ്ണിന് വെള്ളൊലിപ്പ് വരുന്നുണ്ട്, മുഖം തടിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആദിവാസികളെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും ഉപയോഗിച്ചാണ് ഇവിടെ കളനാശിനി പ്രയോഗം നടത്തുന്നത്. ഇവർക്കൊന്നും ഇത് ഏതു മരുന്നാണെന്ന് പോലും അറിയില്ല. ഇവിടെ ആദിവാസികൾ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്, ഹിന്ദിക്കാർ വരുന്നുണ്ട്, അവരെ കൊണ്ട് തെളിപ്പിക്കുന്നു. അവർക്ക് തന്നെ ഒരാളെന്നോട് സംസാരിച്ചിട്ടുണ്ട്, പിന്നെ ഇത് അടിച്ചപ്പോൾ എനിക്ക് മുഖത്തോ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായി, തലകറക്കം പോലെ ഉണ്ടായി. കക്കയത്തെ വനാന്തരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറ്റ്യാടി പൂനൂർ പുഴകളിലും ഈ വിഷം കലരുന്നതിനാൽ കുടിക്കാനോ കുളിക്കാനോ പോലും വെള്ളമില്ലാതെ നരകയാതനയിലാണ് നാട്ടുകാർ. 1-2 എസ്റ്റേറ്റുകളിലല്ല, ഇപ്പോൾ 200ഓളം ഏക്കർ ഭൂമിയിൽ റബ്ബറിനൊപ്പം നട്ട വാഴകളുടെ കളകൾ നശിപ്പിക്കാൻ പോലും റൗണ്ടപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പലതവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും വൻകിട തോട്ടമുടമകളുടെ നിയമലംഘനത്തിന് നേരെ അവരും കണ്ണടയ്ക്കുന്നു. പൂനൂർ പുഴയുടെ ഉത്ഭവസ്ഥാനമായ ഈ കുഞ്ഞരുവിയിൽ ഇപ്പോൾ മീനോ മറ്റ് ജലജീവികളോ ഒന്നും തന്നെയില്ല. എല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഇവിടുത്തെ തോട്ടങ്ങളിൽ വ്യാപകമായ കളനാശിനി പ്രയോഗം ഉടൻ നിർത്തിയില്ലെങ്കിൽ ഇത് മറ്റൊരു എൻമകജയ ഗ്രാമമായി മാറും. കോഴിക്കോട്ട് നിന്നും പ്രശാന്ത് ആൽബർട്ടിനൊപ്പം സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.